ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസമായി ഒരു വാർത്ത നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ തന്നെ വളരെ സജീവമായിട്ടുണ്ട്. 2022 ഒരു വയോധിക മാരകമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ആ സ്ത്രീയുടെ കഴുത്തിന് വളരെ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. അതുമൂലം ആ സ്ത്രീക്ക് ഡോക്ടറോടോ മറ്റുള്ളവരോടോ വ്യക്തമായി ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ചികിത്സിച്ച ഡോക്ടർക്ക് തോന്നി ഈ സ്ത്രീ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ മരണത്തോടടുക്കുന്ന സമയത്ത് പോലും ഈ ഡോക്ടറോട് പറയാൻ ശ്രമിക്കുന്നതായി ഒരു സംശയമുണ്ടായി. ബുദ്ധിമതിയായ ആ ഡോക്ടർ ഈ സ്ത്രീ പറയുന്ന രംഗങ്ങൾ മൊബൈലിൽ വീഡിയോ ആയി പകർത്തി. അവർ പറയുന്ന വാക്കുകളൊന്നും വ്യക്തമല്ല, പക്ഷേ ഈ വീഡിയോ അവരെടുക്കുകയും ഈ വയോധികയുടെ മരണത്തിന് ശേഷം അത് പോലീസിന് കൈമാറുകയും ചെയ്തു. പോലീസ് ഈ വീഡിയോ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൻ്റെ ഫലമായി അവരുടെ ചുണ്ടനക്കങ്ങളും മറ്റും വിശകലനം ചെയ്ത് അവരെന്താണ് അവ്യക്തമായി പറഞ്ഞതെന്ന് ഡീകോഡ് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് പോലീസിന് വ്യക്തമായത് ആ വന്ധ്യവയോധിക പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് തൻ്റെ മകനാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ്. പോലീസ് വിമുക്തഭടനായ ആ മകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അറസ്റ്റ് നടന്നത് 2025 അപ്പോൾ ആ വന്ധ്യവയോധികയുടെ മൊഴി മരണമൊഴി എന്ന ഗണത്തിൽ പെടുമോ? അതും മരണമൊഴി സംബന്ധിച്ച മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ആ മരണപ്പെട്ട സ്ത്രീ ഒരിക്കലും വിചാരിച്ചു കാണില്ല ഒരു മരണമൊഴി തൻ്റെ മരണത്തിൻ്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശുമെന്ന്. നിലവിലെ നിഗമനമനുസരിച്ച് കൊലപാതകിയായ മകനും ഒരു പക്ഷേ വിശ്വസിച്ച് കാണത്തില്ല ഒരിക്കലും മരണമൊഴി എന്ന നിയമ സാധ്യത തൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമുക്കത് പ്രയോജനപ്പെടും. എന്താണ് മരണമൊഴി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തെളിവ് നിയമം നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. ഇപ്പോഴുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതീയ സാക്ഷ്യ അധിനിയം ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 32-ാം വകുപ്പുണ്ട്. ഈ 32-ാം വകുപ്പ് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിവ് നൽകാനായി ഒരു സാക്ഷിക്ക് ഹാജരാകാൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലാത്ത പക്ഷം കോടതിക്ക് മുന്നിൽ ഹാജരായി തെളിവ് നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ കോടതി കേസ് തീർപ്പ് കൽപ്പിക്കാനായി സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചാണ്. 32-ലെ 1-ാമത്തെ ക്ലോസാണ് മരണമൊഴി. മരണമൊഴി പറഞ്ഞയാൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കോടതിയുടെ മുമ്പിൽ എത്തിക്കാനും കഴിയില്ല. പിന്നെ അവിടെ സാധ്യമാകുന്നത് ഇയാൾ പറഞ്ഞ മരണമൊഴി, ഈ മരണപ്പെട്ട മനുഷ്യൻ പറഞ്ഞ മരണമൊഴി മറ്റാരെങ്കിലും രേഖപ്പെടുത്തിയതോ മറ്റാരെങ്കിലും കേട്ടതോ കോടതിക്ക് മുമ്പിൽ പറയുക എന്നുള്ളതാണ്. നമ്മുടെ നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടുകേൾവി ഇന്ത്യൻ കോടതിയിൽ തെളിവായി സ്വീകരിക്കുകയില്ല. ആ നിയമത്തിന് ഒരു എക്സെപ്ഷനാണ്, ഒരു ഒഴിവാകലാണ് ഈ മരണമൊഴി എന്ന് പറയുന്ന കാര്യം അത് കേട്ടുകേൾവി കോടതി കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872-ന്റെ 32-ാം വകുപ്പും ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൻ്റെ 26-ാം വകുപ്പുമാണ് മരണമൊഴിയെക്കുറിച്ച് പറയുന്നത്. ഈ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം തെളിവുകൾ സ്വീകരിക്കുന്നതിൻ്റെ ധാർമ്മികമായ അടിത്തറ എന്നത് മരണപ്പെടാൻ പോകുന്ന ഒരാൾ ഒരിക്കലും കള്ളം പറയില്ല എന്ന വിശ്വാസമാണ്. അത് നിയമത്തിൻ്റെതായ ഒരു വിശ്വാസമാണ്. ഒരാൾ മരിക്കാൻ നേരം ഒരിക്കലും കള്ളം പറയുകയില്ല എന്നാണ് നിയമത്തിൻ്റെ ഒരു വിശ്വാസം.
മരിക്കാൻ പോകുന്ന ഒരാൾ ഒരിക്കലും ഒരു കള്ളവുമായി തൻ്റെ സൃഷ്ടാവിനെ കാണാൻ ആഗ്രഹിക്കത്തില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു നിയമം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇക്കാര്യത്തിൽ ഇന്ത്യൻ നിയമവും ഇംഗ്ലീഷ് നിയമവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇംഗ്ലീഷ് നിയമത്തിലാണെങ്കിൽ മരണമൊഴി നൽകുന്നയാൾക്ക് ആസന്നമായ തൻ്റെ മരണത്തെക്കുറിച്ച് ലവലേശം സംശയമുണ്ടാകാൻ പാടില്ല. അതായത് മരണമൊഴി നൽകുന്നയാൾക്ക് തൻ്റെ മരണം സുനിശ്ചിതമായിരിക്കണം. ഇതിന് ഉദാഹരണമായ ഒരു കേസാണ് ആർ വേഴ്സസ് ജെങ്കിൻസ്. ഇത് 1869 കേസാണ്. ഒരു സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണിത്. ജെങ്കിൻസ് എന്നയാളാണ് കുറ്റാരോപിതൻ. രാത്രിയിലാണ് ഈ സ്ത്രീയുടെ നേരെ ആക്രമണം നടക്കുന്നതെങ്കിലും സ്ത്രീക്ക് അക്രമിയെ കാണാൻ പാകത്തിന് വെളിച്ചമുണ്ടായിരുന്നു. ആക്രമണത്തിന് ഇരയായി ആശുപത്രിയിൽ കിടക്കുന്ന സ്ത്രീയോട് മൊഴി രേഖപ്പെടുത്താൻ വന്ന മജിസ്ട്രേറ്റിന്റെ ക്ലർക്ക് വിവരങ്ങൾ ചോദിച്ചു. ആ സ്ത്രീ വിവരമെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. ജെങ്കിൻസ് ആണ് ആക്രമണകാരിയെന്നും പറഞ്ഞു. മൊഴി രേഖപ്പെടുത്തുന്നതിനൊടുവിൽ മജിസ്ട്രേറ്റിന്റെ ക്ലർക്ക് ഈ സ്ത്രീയോട് ഒരു കാര്യം ചോദിച്ചു. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെയാണോ ഈ മൊഴി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് സ്ത്രീ ആദ്യം മറുപടി നൽകിയെങ്കിലും മരണമൊഴിയിൽ ഒപ്പിടാൻ നേരം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തിരുത്തി. ഈ തിരുത്തു മൂലം ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് ഈ സ്ത്രീ പ്രതീക്ഷിക്കുന്നതായി കണക്കാക്കി ഇംഗ്ലീഷ് കോടതി ആ മൊഴിയെ മരണമൊഴിയായി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. മരണമൊഴിയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ മൊഴി പൂർണ്ണമായിരിക്കണം എന്നതാണ്. അർത്ഥോക്തിയിൽ വിരമിച്ച ഒരു മൊഴിയെ കോടതി മരണമൊഴിയായി സ്വീകരിക്കത്തില്ല. മരണമൊഴി വാമൊഴിയാണെങ്കിൽ അത് കേട്ട സാക്ഷി ആ മൊഴി പൂർണ്ണമായും ഓർത്തെടുത്ത് കോടതിയിൽ പറയേണ്ടതുണ്ട്. ഇനി സാക്ഷിക്ക് അത് പൂർണ്ണമായി ഓർത്തെടുത്ത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കോടതി അത് തെളിവായി സ്വീകരിക്കും. സവിശേഷമായൊരു കാര്യം, ഈ മരണമൊഴി നൽകുന്നയാൾക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ആംഗ്യഭാഷയിലൂടെ നൽകുന്ന മൊഴിയും മരണമൊഴിയായി സ്വീകരിക്കും. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആ വയോധികയുടെ മരണത്തിൽ അവരുടെ ചുണ്ടനക്കങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരവസാനം പറഞ്ഞ കാര്യങ്ങൾ ഡീകോഡ് ചെയ്തത്. അതൊരു പക്ഷേ ആംഗ്യഭാഷയുടെ പരിധിയിൽ പെടുത്തിയാകാം കോടതി സ്വീകരിക്കുന്നത്. ഇനിയുമുണ്ട് മരണമൊഴിക്കൊരു പ്രത്യേകത. മരണമൊഴി നൽകുന്നയാൾ കോടതിയിൽ തെളിവ് നൽകാൻ പ്രാപ്തനായ ആളായിരിക്കണം. 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൊഴി 4 വയസ്സുള്ള ആ കുട്ടി കോടതിയിൽ മൊഴി നൽകാൻ പ്രാപ്തനല്ല എന്ന കാരണത്താൽ കോടതി നിരസിച്ച ചരിത്രമുണ്ട്. ഇംഗ്ലീഷ് നിയമവും ഇന്ത്യൻ നിയമവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിലെ പ്രധാനപ്പെട്ട വ്യത്യാസം, ഇന്ത്യൻ നിയമത്തിൽ മരണമൊഴി നൽകുന്നയാൾ മരണത്തെ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ആയിക്കൊള്ളണമെന്നില്ല എന്നതാണ്. ഇംഗ്ലീഷ് നിയമത്തിലാണെങ്കിൽ മരണമൊഴി നൽകുന്നയാൾ സുനിശ്ചിതമായും മരണത്തെ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലായിരിക്കണം. പക്ഷേ ഇന്ത്യൻ നിയമത്തിൽ മരണമൊഴി നൽകുന്നയാൾ അത്തരമൊരു അവസ്ഥയെ സുനിശ്ചിതമായി അല്ലെങ്കിൽ മരണത്തെ സുനിശ്ചിതമായി പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ആയിക്കൊള്ളണമെന്നില്ല. ഇതിന് ഉദാഹരണമായ കേസാണ് പ്രിവി കൗൺസിലിന് മുമ്പിൽ വന്ന പക്കാല നാരായണ സ്വാമി കേസ്. നിയമവിദ്യാർത്ഥികൾ തീർച്ചയായും പഠിക്കുന്ന ഒരു കേസാണിത്. 1939 പക്കാല നാരായണസ്വാമി കേസിൽ പ്രിവി കൗൺസിൽ വിധി പറഞ്ഞത്. പക്കാല നാരായണസ്വാമി കേസിലെ പ്രതി പക്കാല നാരായണസ്വാമിയായിരുന്നു. പക്കാല നാരായണസ്വാമിയുടെ ഭാര്യ KN എന്നൊരു പരിചയക്കാരനിൽ നിന്നും 3000 രൂപ 18% പലിശയ്ക്ക് കടം വാങ്ങുന്നു. ഒരു ദിവസം പക്കാല നാരായണസ്വാമിയുടെ ഭാര്യ KN എന്നയാൾക്കൊരു കത്തെഴുതുന്നു. ഇന്ന ദിവസം എൻ്റെ വീട്ടിൽ വന്നാൽ ഈ പൈസ പലിശ സഹിതം തിരിച്ചു തരാമെന്നായിരുന്നു ആ കത്ത്. KN പക്കാല നാരായണസ്വാമിയുടെ ഭാര്യയുടെ വീട്ടിലേക്ക്
പോകുന്നതിന് മുമ്പ്, അതായത് പക്കാല നാരായണസ്വാമിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കത്ത് KN തൻ്റെ ഭാര്യയെ കാണിക്കുകയും പൈസ വാങ്ങുന്നതിന് വേണ്ടി പക്കാല നാരായണസ്വാമിയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയുകയും ചെയ്തു. വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ട KNനെ പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഒരു ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഒരു ട്രങ്ക് പെട്ടിയിൽ 7 മുറിച്ച മൃതദേഹമായിട്ടാണ് കണ്ടുകിട്ടുന്നത്. ഈ കേസിൽ കോടതി യാത്ര പറയുന്നതിന് മുമ്പ് KN തൻ്റെ ഭാര്യയോട് പറഞ്ഞ മൊഴി മരണമൊഴിയായി കണക്കാക്കി. ആ സമയത്ത് KN എന്നയാൾക്ക് താൻ കൊല്ലപ്പെടുമെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും അത്യാപത്ത് സംഭവിക്കുമെന്നോ യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. അതാണ് ഇന്ത്യൻ നിയമവും ഇംഗ്ലീഷ് നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഇനിയും പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാന വ്യത്യാസമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം. ഇതുപോലെ തന്നെയാണ് മരണത്തിന് കാരണമായേക്കാവുന്ന സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കത്തുകളും കുറിപ്പുകളും. ആത്മഹത്യാക്കുറിപ്പുകളും ഇത്തരത്തിലാണ് കോടതി മരണമൊഴിയായി സ്വീകരിക്കുന്നത്. അടുത്ത കാലത്ത് നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞ മറ്റൊരു വാർത്തയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തു. ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് ശേഷമാണ് ആ വീഡിയോ പുറത്തു വന്നത്. അതും മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ പ്രതിപാദിക്കുന്നതാകിയാൽ മരണമൊഴിയായി കോടതി സ്വീകരിക്കാം. സ്വന്തം മരണകാരണത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വന്തം മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുള്ള മരണമൊഴി വിശ്വാസയോഗ്യമാണെങ്കിൽ കോടതിക്ക് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ മരണമൊഴി രേഖപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ചികിത്സിക്കുന്ന ഡോക്ടർ കർത്തവ്യബദ്ധനാണ്. മരണമൊഴി മജിസ്ട്രേറ്റിന് മാത്രമല്ല രേഖപ്പെടുത്താവുന്നത്. ബന്ധുക്കൾക്കോ ഡോക്ടർക്കോ പോലീസിനോ മറ്റാർക്ക് വേണമെങ്കിലും മരണമൊഴി രേഖപ്പെടുത്താം. അത്തരം മൊഴികൾ വിശ്വസനീയമാണെന്ന് കോടതിക്ക് തോന്നിയാൽ ആ മരണമൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കോടതിക്ക് ശിക്ഷ വിധിക്കാവുന്നതാണ്. മരണമൊഴി ഒന്നല്ല, പലത് രേഖപ്പെടുത്താം. ഓരോ മൊഴിയുടെയും വിശ്വാസ്യത പരിശോധിച്ച് ഏത് പരിഗണിക്കണമെന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിവേചനാധികാരമാണ്. ഇനി ഇതേപോലെ മരണമൊഴി നൽകിയ ഒരാൾ മരിച്ചില്ലെങ്കിലോ അയാൾ നൽകിയ മൊഴി അന്വേഷണത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയ ഒരു മൊഴിയായി കണക്കാക്കും. ആ മൊഴിക്ക് സവിശേഷ പരിഗണന ലഭിക്കുമെന്ന് മാത്രം. മരണമൊഴിയെക്കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ സാധാരണ മനുഷ്യർ അറിഞ്ഞു വയ്ക്കുന്നത് ചിലപ്പോഴെങ്കിലും ഒരു പക്ഷേ അവർക്ക് ഉപകാരപ്രദമായി വന്നേക്കാം.